അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കംപ്ലീറ്റ്ലി തടയപ്പെട്ട ഫക്കീറായ ആളുകൾക്ക് ധനം ചെലവഴിക്കാനാണ്. ജാഹിലായ അവരെ പരിചയമില്ലാത്ത ആളുകൾ കരുതും അവർ ധനികരാണെന്ന്. അവരുടെ തഅഫുഫ് കാരണം, അവർ ചോദിക്കാത്തത് കാരണം, അവർ മാന്യത പ്രകടിപ്പിക്കുന്നത് കാരണം അവർ ധനികരാണ് എന്ന് ധരിക്കും. ലാ യസ്അലൂന നാസ ഇൽഹാഫ, അവർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ചോദിക്കുകയോ ഒന്നുമില്ല. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ, തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവർ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി, ബില്ലൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫില്ലൈലി രാത്രിയിൽ, അതുപോലെ വന്നഹാരി ഫിന്നഹാരി പകലിൽ. രാത്രിയും പകലുമൊക്കെ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവർ. സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കുന്നവർ. അങ്ങനത്തെ ആളുകൾക്ക് ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, റബ്ബിൻ്റെ അടുക്കൽ അവരുടെ അജ്റുണ്ട്, അവരുടെ കൂലിയുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരുടെ കാര്യത്തിൽ ഭയമോ അവർ ദുഃഖിക്കേണ്ടതോ ഇല്ല. നേരത്തെ 262 ആയത്തിലും ഇതേ കാര്യം പറഞ്ഞിരുന്നു. ആ ആയത്തിൽ പറഞ്ഞത് അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ല, തങ്ങളുടെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാത, എന്നിട്ട് അതിനെ പെരുമ നടിച്ചുകൊണ്ട് എടുത്തു പറയുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്ത ആളുകൾ. അവരെക്കുറിച്ച് പറഞ്ഞു അവർക്ക് അള്ളാഹുവിങ്കിൽ അജ്റുണ്ട്, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ഇവിടെ പറയുന്നത് രാവും പകലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ധനം ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിങ്കിൽ അജ്റുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രം ചെലവഴിക്കുന്നവരല്ല. രാവിലെ മാത്രം ചെലവഴിക്കുന്നവരോ രഹസ്യമായിട്ട് മാത്രം ചെയ്യുന്നവരോ അല്ല. പരസ്യമായിട്ട് ചെയ്യേണ്ടത് പരസ്യമായിട്ട് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നിർബന്ധമായിട്ടുള്ള ദാനങ്ങളൊക്കെ പരസ്യമായിട്ടും ഐച്ഛികമായിട്ടുള്ള ദാനങ്ങളൊക്കെ രഹസ്യമായിട്ടുമാണ് പ്രതിഫലാർഹം എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നിർബന്ധമായിട്ടുള്ള നിസ്കാരം പരസ്യമായിട്ടും, ഇനി അല്ലാത്ത നിസ്കാരം അഡീഷണലി നമ്മൾ ചെയ്യുന്നതൊക്കെ രഹസ്യമായിട്ടും. സ്വതക്കയുടെ വിഷയത്തിലും അങ്ങനെ, നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സ്വതക്കകളൊക്കെ പരസ്യമായിട്ട് കളക്ട് ചെയ്യുന്നു, പരസ്യമായിട്ട് വിതരണം ചെയ്യുന്നു. അതല്ലാത്തതൊക്കെ രഹസ്യമായിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രം ചെലവഴിക്കുന്നവരല്ല. ഈ ആയത്തിനെക്കുറിച്ച് ഇമാം ഖത്താദ റഹ്മഹുല്ലാ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഈ ആയത്തിൽ പറയുന്നത് ഖാല ഖത്താദ ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ മുൻഫിഖീന മിൻ ഗൈരി തബ്ദീരിൻ വലാ തഖ്തീരിൻ. ഈ ആയത്തിൽ പറയുന്നത് ദുർവ്യയം ചെയ്യുകയോ അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നവരെക്കുറിച്ചല്ല, അതിൻ്റെ ഇടയിലൊരു മധ്യമ നിലപാട് പുലർത്തുന്ന ആളുകളെക്കുറിച്ചാണെന്ന് ഇമാം ഖത്താദ റഹ്മഹുല്ലാ പറയുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് ദുർവ്യയം പാടില്ല, പാഴാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വാത്തിദൽ ഖുർബ ഹക്കഹു അൽ മിസ്കീന അബ്ന സബീൽ, നിങ്ങൾ ഉറ്റ ബന്ധുക്കൾക്ക് അവരുടെ അവകാശം കൊടുക്കുക, മിസ്കീന് കൊടുക്കുക, ഇബ്നു സബീലിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സൂറ ഇസ്രായിൽ പറയുന്നുണ്ട് വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ വേസ്റ്റാക്കരുത്, ദുർവ്യയം ചെയ്യരുത്. അതേ സൂറയിൽ അടുത്ത ആയത്ത് പറയുന്നത് ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, വേസ്റ്റാക്കുന്ന ദുർവ്യയം ചെയ്യുന്ന ആളുകൾ അവർ ഷെയ്ത്താൻ്റെ സഹോദരങ്ങളാണ്. ഷെയ്ത്താനാണെങ്കിലോ വകാന ഷെയ്ത്താനുലി റബ്ബിഹി കഫൂറ, റബ്ബിനോട് നന്ദി കെട്ടവനാണ്. അതുപോലെ സൂറ അൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ്റെ സവിശേഷതകൾ പറയുമ്പോൾ പറയുന്നുണ്ട് വല്ലദീന ഇദാ അംഫഖു, അവർ ചെലവഴിക്കുമ്പോൾ ലം യുസിരിഫു, അവർ അമിതമായിട്ട് ചെലവഴിക്കില്ല. വലം യഖ്തുറു, അവർ പിശുക്ക് കാണിക്കുകയുമില്ല, ചെലവഴിക്കാതെ പിടിച്ചു വെക്കുകയില്ല. വക്കാന ബൈനദാലിക ഖവാമ, അതിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയം മിഡിലായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇബാദുർ റഹ്മാൻ്റെ പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലല്ല. അവർ രഹസ്യമായിട്ട് മാത്രം ചെയ്യുന്നവരല്ല,
അവർ പരസ്യമായിട്ട് മാത്രം ചെയ്യാൻ താല്പര്യമുള്ളവരല്ല. അത് ജനങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് പരസ്യമായിട്ട് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ അവരെല്ലാം കൊടുത്ത് ദുർവ്യയം ചെയ്യുന്ന ആളുകളല്ല, അവർ ഇസ്റാഫ് കാണിക്കുന്ന ആളുകളല്ല, അതേപോലെ തന്നെ അവരൊന്നും കൊടുക്കാതെ പിശുക്കി വെക്കുന്ന ആളുകളുമല്ല. ഇവിടെ ഇസ്റാഫ് എന്നുള്ളതും തബ്ദീർ എന്നുള്ളതും, അതായത് അമിതമായിട്ട് ചെലവഴിക്കലും ദുർവ്യയം ചെയ്യലും അല്ലെങ്കിൽ പാഴാക്കി കളയലും രണ്ട് കാര്യമാണ്. അള്ളാഹു ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ, പക്ഷേ ഇസ്റാഫ് പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹലാലായ കാര്യമാണ്, പക്ഷേ അത് പരിധി വിട്ട് അമിതമായിട്ട് ചെലവഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷിക്കാൻ പാടില്ല. അത് ഇസ്റാഫാണ്. പക്ഷേ തബ്ദീർ എന്ന് പറയുന്നത് ചെറിയ അളവിൽ പോലും ഫസാദായ ഒരു കാര്യത്തിന് വേണ്ടി ധനം ചെലവഴിക്കുന്നതിനെ ദുർവ്യയം എന്ന് പറയും, അല്ലെങ്കിൽ പാഴാക്കൽ എന്ന് പറയും. അതല്ലാതെ അള്ളാഹു ആവശ്യപ്പെട്ടാൽ, റസൂൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നത്, കുറേ അധികം സ്വതക്ക ചെയ്യുന്നതോ അല്ലെങ്കിൽ ആളുകളെ സഹായിക്കുന്നത് കുറച്ചധികം സഹായിക്കുന്നതിനോ തബ്ദീർ എന്നോ ഇസ്റാഫ് എന്നോ പറയില്ല. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ ഹലാലായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഹലാലായ മാർഗത്തിലുള്ള ചെലവഴിക്കൽ, അത് ഒരു പരിധിയിൽ കവിയുന്നതിനാണ് പറയുക. തബ്ദീർ എന്ന് പറയുന്നത് ഫസാദായ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും രാവിലും പകലിലും ഒക്കെ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹുവിങ്കൽ അജറുണ്ട്. അതിനുശേഷം പറയുന്നത് അല്ലദീന യഅ്കുലൂന റിബ, ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള മറ്റൊരു കൂട്ടം ആളുകളെയാണ്, റിബ ഭക്ഷിക്കുന്ന ആളുകൾ. അത്തരം ആളുകൾ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, അവർ നിലകൊള്ളുന്നില്ല അല്ലെങ്കിൽ ജീവിക്കുന്നില്ല എങ്ങനെയല്ലാതെ ഷെയ്ത്താൻ്റെ കുത്തുകൊണ്ട് സമനില തെറ്റിയ ആളുകളെപ്പോലെ അല്ലാതെ. അങ്ങനെ സമനില തെറ്റിയ മജ്നൂനായ ഭ്രാന്തരായ ആളുകളെപ്പോലെയാണ് അവർ ജീവിക്കുന്നത്. റിബ ഭക്ഷിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതാണ്. റിബ എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നു, വരിബ ഫിൽ ലുഗത്തി അസിയാദത്തു മുത്ലഖൻ. റിബ എന്ന് പറഞ്ഞാൽ നിരുപാധികമായ വർധനവാണ്. റബ എന്ന റൂട്ടിൽ നിന്ന് വന്നാണ്. അതേ റൂട്ടിൽ നിന്നാണ് തെർബിയത്ത് വളർത്തൽ, അതുപോലെ റബ്ബ് വളർത്തുന്നവൻ എന്നൊക്കെയുള്ള വാക്ക് വരുന്നത്. ഇവിടെ ഉദ്ദേശിച്ച റിബ എന്നത് കടം നൽകിയാൽ അധികമായിട്ട് ഈടാക്കുന്ന പണത്തെയാണ്. അതിനെ റിബൽ ഖർള്, കടപ്പലിശ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ റിബൽ ജാഹിലിയ എന്നും പറയും. അതുപോലെ റിബൽ ഖുർആൻ എന്നും അതിനെ പറയും. ഖുർആൻ വിലക്കിയ റിബ എന്ന അർത്ഥത്തിൽ റിബൽ ഖുർആൻ എന്ന് പറയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട് വിലക്കപ്പെട്ട വേറെയും റിബകളുണ്ട്. അതിൽ നിന്നും വ്യതിരക്തമാക്കാൻ വേണ്ടിയാണ് ഇതിനെ റിബൽ ഖുർആൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട് വിലക്കപ്പെട്ട റിബകൾ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടതും അതുപോലെ സ്വർണം, വെള്ളി എന്നിവയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷ്യവസ്തുക്കൾ കൈമാറുമ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ തുല്യ അളവിൽ കൈമാറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ റിബൽ ഫളിലെന്ന് പറയും, അധിക പലിശ. അതായത് ഒരു തരംതാണ 1 കിലോ അരി 1.5 കിലോ മുന്തിയ അരിക്ക് വേണ്ടി കൈമാറാൻ പാടില്ല. കാരണം ഒരേ ഇനത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുവാണ്. അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ അതിനെയാണ് റിബൽ ഫളില് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. അതേപോലെ ഭക്ഷ്യവസ്തുക്കൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അത് തുല്യമല്ലാത്ത അളവിൽ കൈമാറാം. ഉദാഹരണത്തിന് ഗോതമ്പ് അരിക്ക് കൈമാറുകയാണെങ്കിൽ 1 കിലോ അരി കൊടുത്തുകൊണ്ട് 1.5 കിലോയോ 2 കിലോയോ ഗോതമ്പ് തിരിച്ചു വാങ്ങാം. പക്ഷേ അത് റൊക്കമായിരിക്കണം, അത് കടമായിരിക്കരുത്. അത് ഇടപാട് നടക്കുന്ന സമയത്ത് തന്നെ, ആ സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരിക്കണം. അങ്ങനെ അതേ സമയത്ത് കൈമാറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതിനും റിബ എന്ന് പറയും, റിബൽ യദെന്ന് പറയും. കൈമാറ്റം ചെയ്യുന്നതിലുള്ള പലിശയാണത്. അതുപോലെ കടമായിട്ടാണ് കൈമാറുന്നതെങ്കിൽ അവിടെ റിബൻ നസാ എന്ന് പറയും. ഇതൊക്കെ ഹദീസ് കൊണ്ട് വിലക്കപ്പെട്ട റിബകളാണ്. ഭക്ഷ്യവസ്തുക്കൾ കൈമാറുമ്പോൾ പാലിക്കേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്, ചില ഷർത്തുകളുണ്ട്. അത് പാലിച്ചിട്ടില്ലെങ്കിൽ വരുന്ന റിബകളാണ്. അതേപോലെ തന്നെ നാണയങ്ങളും, നാണയമല്ലാത്ത, നാണയമായിട്ട് അടിച്ചിട്ടില്ലാത്ത വെള്ളിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അത് രണ്ടും കൈമാറ്റം ചെയ്യുമ്പോൾ, സ്വർണം കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യ അളവിലേ കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ. പഴയ സ്വർണം പുതിയ സ്വർണത്തിന് വേണ്ടി തുല്യമല്ലാത്ത അളവിൽ കൈമാറിയാൽ അതിനെയും റിബ എന്ന് പറയും, റിബൽ ഫളില് എന്ന് പറയും അതിനെ.
അതേപോലെ സ്വർണം വെള്ളിക്ക് കൈമാറുകയാണെങ്കിൽ തുല്യമല്ലാത്ത അളവിൽ കൈമാറാം, പക്ഷേ ഇടപാട് നടക്കുന്ന സമയത്ത് തന്നെ കൈമാറ്റം നടക്കണം. അത് കടത്തിനു വേണ്ടിയാകാനും പാടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ ഇടപാടിനെയും റിബ എന്ന് പറയും. ഇവിടെ ഈ ആയത്തിൽ പറയുന്ന റിബ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ റിബ ഉൾപ്പെടെയുള്ള എല്ലാ റിബയുമാണ് എന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന റിബൽ ജാഹിലിയയാണ്, അഥവാ റിബൽ ഖർളാണ്, കടപ്പലിശയാണ്. കടം കൊടുക്കുമ്പോൾ കടം കൊടുക്കുന്ന ആൾക്ക് ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിബന്ധനയായിട്ട് വെക്കുക. അതിനെയാണ് റിബൽ ഖർള് എന്ന് പറയുക. അത് തിരിച്ചു തരുമ്പോൾ അധികം പണം തരണം എന്ന നിബന്ധനയാകാം, അതല്ലാതെ അയാൾക്ക് ഉപകാരം കിട്ടുന്ന മറ്റെന്ത് നിബന്ധനയുമാകാം. അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഒരാൾ കടം നൽകിക്കഴിഞ്ഞാൽ ആ കടത്തിനാണ് റിബൽ ഖർള്, കടപ്പലിശ എന്ന് പറയുന്നത്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് റിബ ഭക്ഷിക്കുന്നവർ, അല്ലദീന യഅ്കുലൂന റിബ. ഭക്ഷിക്കുക എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്, ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഖുർആനിൽ മറ്റിടങ്ങളിലും ഇതേ പ്രയോഗം വന്നിട്ടുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യത്താമ. നിശ്ചയം യത്തീമുകളുടെ ധനം ഭക്ഷിക്കുന്നവർ. അവിടെ ഉദ്ദേശിക്കുന്നത് യത്തീമുകളുടെ ധനം അപഹരിക്കുന്നവർ എന്നാണ്. ഇവിടെയും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റിബ ഭക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ റിബ ഉപയോഗിക്കുന്നവർ. ലാ യഖൂമൂൻ, അവർ എഴുന്നേൽക്കുന്നില്ല, അല്ലെങ്കിൽ നിലകൊള്ളുന്നില്ല, നിൽക്കുന്നില്ല. അത് മരണാനന്തരമുള്ള ഉയർത്തെഴുന്നേൽപ്പായിട്ടും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് തന്നെ അങ്ങനെ പറയാം. ലാ യഖൂമൂന, അവർ നിലകൊള്ളുന്നില്ല. ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ഷെയ്ത്താൻ്റെ കുത്തുകൊണ്ട് സമനില തെറ്റിയ ആളുകളെപ്പോലെ അല്ലാതെ. തഹബ്ബത്ത എന്ന വാക്ക് ഹബ്തുല്ലൈൽ എന്ന പ്രയോഗത്തിൽ നിന്ന് വന്നാണ്. ഹബ്തുല്ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി ഒരാൾ വഴി അറിയാതെ വഴിതെറ്റിപ്പോകുന്നതിനാണ് പറയുക. ഹാബിത്തുല്ലൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴിതെറ്റുന്ന ആളാണ്. വലതും ഇടതൊന്നും തിരിയാതെ, ദിശയൊന്നും അറിയാതെ വഴിതെറ്റിപ്പോകുന്ന ആളാണ്. അതിൽ നിന്നാണ് തഹബ്ബത്ത എന്ന പ്രയോഗം വന്നത്. പിശാചിൻ്റെ കുത്തേൽക്കുക എന്നത് ഭ്രാന്താകുന്ന അവസ്ഥക്ക് പറയുന്ന ഒരു പ്രയോഗമാണ്. പിശാചിൻ്റെ കുത്തേറ്റിട്ട് സമനില തെറ്റുക, നേർവഴി മനസ്സിലാകാതിരിക്കുക. അങ്ങനെ മജ്നൂനായ, ഭ്രാന്തനായ ആളെപ്പോലെ, പിശാചിൻ്റെ കുത്തേറ്റ് ഭ്രാന്തനായ ആളെപ്പോലെ, ഒന്നും തിരിയാത്തവനെപ്പോലെയാണ് റിബ ഭക്ഷിക്കുന്നവൻ. ദാലിക്ക, അതെന്തുകൊണ്ടാണ്? ബി അന്നഹും ഖാലു, അവർ വാദിക്കുന്നത് കൊണ്ടാണ്. ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കച്ചവടവും റിബ പോലെ തന്നെയാണ്. വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, എന്നിട്ട് അള്ളാഹു കച്ചവടം ഹലാലാക്കുകയും റിബ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ വാദിക്കുന്നത് കൊണ്ടാണ്. കച്ചവടത്തിൽ ഒരാൾ 100 രൂപക്കൊരു സാധനം വാങ്ങി 110 രൂപക്ക് വിൽക്കുന്നു. റിബയിലും സംഭവിക്കുന്നത് 100 രൂപ ഒരാൾ കടം കൊടുത്തിട്ട് 110 രൂപ തിരിച്ചു വാങ്ങിക്കുന്നു. ഇതൊരുപോലെ തന്നെയല്ലേ എന്ന് അവർ വാദിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടൊന്നും പറയുന്നില്ല. കാരണം ഒരു ഖണ്ഡനമർഹിക്കുന്ന വാദമല്ല. റിബ ഒന്നാണ്, കച്ചവടം മറ്റൊന്നാണ്. അവരിങ്ങനെ വാദിക്കുന്നത് തന്നെ അവരുടെ ഈ അവസ്ഥക്ക് തെളിവാണ്. പിശാചിൻ്റെ കുത്തേറ്റ് സമനില തെറ്റിയ ആളുകളാണ് എന്നതിൻ്റെ തെളിവാണ്. ഫമൻ ജാഅഹു മൗഇലത്തും മിർ റബ്ബി, തൻ്റെ റബ്ബിൽ നിന്ന് സതുപദേശം വന്നെത്തിയവർ. ഫന്തഹ, എന്നിട്ട് പിന്തിരിഞ്ഞ ആളുകൾ, റിബയിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകൾ. ഫലഹുമാ സലഫ, മുമ്പ് വാങ്ങിയ പലിശയൊക്കെ അവർക്കുണ്ട്, അതൊന്നും ഇനി അവർ തിരിച്ചു കൊടുക്കണ്ട. വംറുഹു ഇലല്ലാഹ്, അവരുടെ കാര്യം അള്ളാഹുവിങ്കലാണ്. മുമ്പ് അവർ വാങ്ങിയതിൻ്റെ കാര്യമൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് അള്ളാഹു അവർക്ക് മാപ്പാക്കി കൊടുക്കും. പക്ഷേ വമൻ ആദ, ആരെങ്കിലും മടങ്ങുകയാണെങ്കിൽ, പലിശയിലേക്ക് തന്നെ തിരിയുകയാണെങ്കിൽ, ഫൗലായിക്ക അസ്ഹാബുന്നാർ, അവർ തീയിൻ്റെ ആളുകളാണ്, നരകത്തിൻ്റെ ആളുകളാണ്. അള്ളാഹുവിൻ്റെ സതുപദേശം വന്നിട്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകൾ. ഹും ഫിയാ ഖാലിദൂൻ, അതിലവർ ദീർഘവാസികളാണ്. പലിശക്ക് പണം കടം കൊടുക്കുന്ന സമ്പ്രദായം മദീനയിൽ യഹൂദർ വ്യാപകമായി നടത്തിയിരുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആളുകൾക്ക് പലിശക്ക് കൊടുക്കാൻ പാടില്ല എന്ന വിലക്ക് മാത്രമേ അവർക്കുള്ളൂ. മറ്റുള്ള ആളുകൾക്ക് പലിശക്ക് കൊടുക്കാം. അതുകൊണ്ട് വ്യാപകമായിട്ട് അത്തരം ഇടപാടുകൾ മദീനയിൽ നടന്നിരുന്നു. അതുകൊണ്ട് മദീനി സൂറകളിലാണ് പ്ലെയിനായിട്ടുള്ള വിലക്ക് വരുന്നത്. എന്നാൽ മക്കയിൽ അവതരിച്ച സൂറയിൽ തന്നെ, സൂറ റൂമിൽ
പലിശയുടെ ദ്രോഹകരമായ വശത്തെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സൂറ റൂമിൽ പറയുന്നുണ്ട്, വമാ അത്തൈതും മിർ റിബാലി യർബു ഫി അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ്. ജനങ്ങളുടെ മുതലിലൂടെ നിങ്ങൾ വർധനവ് ആഗ്രഹിച്ചുകൊണ്ട് പലിശക്ക് കൊടുക്കുന്നത് അള്ളാഹുവിങ്കൽ വർദ്ധിക്കുന്നില്ല. എന്നാൽ വമാ അത്തൈതും മിൻ സക്കാത്തിൻ തുരീദുന വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സക്കാത്ത് ഫൗലായിക ഹുമുൽ മുളഇഫൂൻ, അതാണ് ഇരട്ടിക്കുന്നവർ, അല്ലെങ്കിൽ ഇരട്ടി സമ്പാദിക്കുന്നവർ അവരാണ്, അങ്ങനെ സക്കാത്ത് നൽകുന്നവരാണ്. ജനങ്ങളുടെ സ്വത്തിലൂടെ നിങ്ങൾ വളർച്ച നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് പലിശ കൊടുക്കുന്നത് അള്ളാഹുവിങ്കൽ വളരുകയില്ല. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് വല്ലതും സക്കാത്തായിട്ട് നൽകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് ഇരട്ടി സമ്പാദിക്കുന്ന ആളുകൾ, പലിശക്കാരല്ല അധികം സമ്പാദിക്കുന്നത് എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മദനി സൂറകളിൽ വരുമ്പോൾ നേരിട്ട് തന്നെ അള്ളാഹു വിലക്കുകയാണ്. ബഖറയിലെ തുടർന്ന് വരുന്ന ആയത്തുകളിൽ, ഏതാനും ആയത്തുകളിൽ കൂടി പലിശയുടെ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.